ഹലോ എവരിവൺ, NSMCയിൽ ക്ലാസ് 8-ലുള്ള ടിഷ്യൂസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും NSMCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നന്നായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലുള്ള ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്യുക. അതേപോലെ പരമാവധി ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് വീഡിയോയിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ രൂപത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ വർക്ക് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യുക. ഇനി ഫൗണ്ടേഷനിൽ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മറ്റ് റഫറൻസ് ബുക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫൗണ്ടേഷനുള്ളവർ ആദ്യം വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ടിഷ്യൂസ് എന്നുള്ള ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഓടിച്ചു പോവുകയാണ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യും, പക്ഷേ ക്വസ്റ്റ്യൻസ് ഓരോന്നും കാണുമ്പോഴും നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമ്മൾ അതിനുശേഷം ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ആൻസറിലേക്ക് തന്നെയാണോ നിങ്ങൾ എത്തുന്നത് എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ടിഷ്യൂസ് അല്ലെ, ടിഷ്യൂസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സെൽസ് പഠിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂസ്, ആ സെൽസിന്റെ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അത് ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മളെന്ത് പറയുക, ടിഷ്യൂസ് എന്ന് പറയുന്നത്. എ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക് ടുഗെദർ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു ഇപ്പോൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ട്, ആനിമൽ ടിഷ്യൂസ് ഉണ്ട്. പ്ലാന്റ് ടിഷ്യൂസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രോഡ്ലി നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂസ് അല്ലെ. ഇപ്പോൾ മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഡിവൈഡിങ് ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ ആ ഡിവിഷനുള്ള എബിലിറ്റി ലോസ്റ്റ് ആയ നോൺ ഡിവൈഡിങ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിവൈഡിങ് ആണ്. അതിൻ്റെ പ്രത്യേകത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്തായിരിക്കും, അല്ലെങ്കിൽ സെൽസ് എന്തായിരിക്കും, അബണ്ടന്റ് സൈറ്റോപ്ലാസം, വലിയ സൈറ്റോപ്ലാസം ഉണ്ടാവും. കാരണം ഒരുപാട് സെൽ ഓർഗനൽസിൻ്റെ കുറേ ഫംഗ്ഷൻസ് നടക്കണം അല്ലേ. ലാർജ് ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. അതിങ്ങനെ ഡിവൈഡിങ് സെൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് കുറേ കോർഡിനേറ്റ് ചെയ്യാനുണ്ടാവും. തിൻ സെൽ വാൾസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതിൻ്റെ 3 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്: അപ്പൈക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻഡക്കാലറി മെരിസ്റ്റം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി പഠിച്ച് കഴിയേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പെക്സിൽ, ടിപ്പിലുള്ളതാണ് അപ്പൈക്കൽ മെരിസ്റ്റം. ഒന്നുകിൽ മേലുള്ള ടിപ്പിൽ അല്ലെങ്കിൽ താഴെ റൂട്ടിൻ്റെ ടിപ്പിൽ അല്ലേ, അവിടെ ഉള്ളതാണ് അപ്പൈക്കൽ മെരിസ്റ്റം. ഇനി ഇൻഡക്കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള നോഡ്സിൽ, അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ നോഡ്സിൽ ഉള്ള ടിഷ്യൂസ് ആണ് ഇൻഡക്കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലാറ്ററലി ഉള്ള ടിഷ്യൂസ് ആണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അപ്പൈക്കൽ മെരിസ്റ്റം ഉയരം കൂടാൻ സഹായിക്കും, ഇൻഡക്കാലറി മെരിസ്റ്റവും ഉയരം കൂടാൻ സഹായിക്കും, ലാറ്ററൽ മെരിസ്റ്റം ഗേർത്ത്, അതായത് തടി കൂട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും അല്ലേ. ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഇൻ കോൺ റിസൾട്ട് ഫ്രം ദ ഗ്രോത്ത് ഓഫ്. ഇന്റർനോഡ് ഇലോങ്ങേഷൻ ആ പേര് തന്നെ ഉണ്ട് അല്ലേ. ഇന്റർനോഡ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് കോണാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബാമ്പു ഒക്കെ പലപ്പോഴും ഉദാഹരണങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആ നോഡുകൾക്കിടയിലുള്ള ഇലോങ്ങേഷൻ, ഇത് ഏത് മെരിസ്റ്റമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻഡക്കാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, അപ്പൈക്കൽ മെരിസ്റ്റം, ഓൾ ഓഫ് ദ അബവ്. നമുക്കറിയാം ഇൻഡക്കാലറി മെരിസ്റ്റമാണ്. ഇപ്പം ബാംബു, കോൺ, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇന്റർനോഡൽ ടിഷ്യൂസ് ഉണ്ടല്ലോ, അപ്പൈക്കൽ മെരിസ്റ്റം, അത് എന്ത് ചെയ്യും, ഇതിൻ്റെ റാപ്പിഡ് ഇലോങ്ങേഷന് സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മെരിസ്റ്റം ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ മെച്യൂർ ടിഷ്യൂസ് ഈസ്, അഗെയിൻ മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇത് മെച്യൂർ ടിഷ്യൂസ് ആണ്, ഇത് മെരിസ്റ്റമാണ്. ഇത് മെച്യൂർ ടിഷ്യൂസ് ആണ്, ഇത് മെരിസ്റ്റമാണ്. ഇത് മെച്യൂർ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഏത് തന്നെയാണ്, ഇൻഡക്കാലറി മെരിസ്റ്റം ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ ഓരോന്നും പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് തന്നെ വേണം കേട്ടോ പോകാൻ. ഓക്കെ, പിന്നെ പെർമനന്റ് ടിഷ്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നിന്ന് ഡിവിഷനുള്ള എബിലിറ്റി ലോസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ടിഷ്യൂസ് ആണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ, സിമിലർ സെൽസ് ആയിരിക്കും. അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും, മോർ ദാൻ 1 ടൈപ്പ് ഓഫ് സെൽസ് അതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഇത് രണ്ടും പെർമനന്റ് ടിഷ്യൂസ് ആണ്. they have lost the ability to divide. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ്, ഒരേപോലെയുള്ള സെൽസിന്റെ പെർമനന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉള്ള
പെർമനന്റ് ടിഷ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ സൈലം ആൻഡ് ഫ്ലോയം അല്ലേ, സൈലവും ഫ്ലോയവും ആണ്. അപ്പോൾ ഇനി സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിന്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ അതിന്റെ ടൈപ്പിലേക്ക് വരാം. പാരങ്കൈമ അല്ലെ, പാരങ്കൈമ എന്താണ്? കമ്പോസ്ഡ് ഓഫ് ലിവിങ് സെൽസ് വിത്ത് തിൻ സെൽ വാൾ. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തിൻ സെൽ വാൾ ആണ്. ഇന്റർസെല്ലാർ സ്പേസസ് ഉണ്ടാവും. ഫങ്ഷൻസ് പ്രധാനമായിട്ടും ഫുഡ് സ്റ്റോറേജ്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് പോലുള്ളതാണ്. കോളങ്കൈമ. ഓക്കെ, കോളങ്കൈമയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കോ എന്ന് ഓർമ്മിച്ചാൽ മതി. കോളങ്കൈമ കോർണേഴ്സിൽ തിക്കൻഡ് ആയിരിക്കും. അതായത് അതിന്റെ സെൽസിന്റെ കോർണേഴ്സിൽ എന്തായിരിക്കും? തിക്കൻഡ് ആയിരിക്കും. ഇറഗുലർലി തിക്കൻഡ് സെൽ വാൾ, തിക്കൻ ഓൺലി അറ്റ് ദ കോർണേഴ്സ്. അതാണ് കോ എന്ന് ഓർമ്മിച്ചാൽ മതി. കോളങ്കൈമ കോർണേഴ്സ്. സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിൾ സപ്പോർട്ട്. ഒരു ഫ്ലെക്സിബിലിറ്റി പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് കോളങ്കൈമയാണ്. ഇനി സ്ക്ലീറങ്കൈമ ദ കമ്പോസ്ഡ് ഓഫ് ഡെഡ് സെൽസ് അറ്റ് മെച്യൂരിറ്റിയിൽ ഡെഡ് ആവുന്ന സെൽസ് ആണ്. സെൽ വാൾസ് ആർ യൂണിഫോംലി തിക്കൻഡ്. അതിന്റെ സെൽ വാൾസ് എന്താണ്? യൂണിഫോംലി, എല്ലായിടത്തും, കോർണേഴ്സിൽ മാത്രമല്ല എല്ലായിടത്തും തിക്കൻഡ് ആണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഹാർഡൻഡ് വിത്ത് സബ്സ്റ്റൻസ് കോൾ ലിഗ്നിൻ കൊണ്ട് ഹാർഡൻഡ് ആണ്. പ്രൊവൈഡ് റിജിഡ് സ്ട്രെങ്ത് ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഇതാണ് സ്ക്ലീറങ്കൈമ. ഈ ഒരു ചോദ്യമാണ്, പോസ് ചെയ്ത് സ്വന്തമായി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ടിഷ്യൂസ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് അറൌണ്ട് സീഡ്സ്? അല്ലെ, മെക്കാനിക്കൽ സപ്പോർട്ട്, പ്രൊട്ടക്റ്റീവ് കവറിംഗ്, ഇതൊക്കെ എന്തിലാണ്? ഒബ്വിയസ്ലി സ്ക്ലീറങ്കൈമയിലായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മെക്കാനിക്കൽ സപ്പോർട്ട്, റിജിഡ് സ്ട്രെങ്ത്, ഇതൊക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? സ്ക്ലീറങ്കൈമയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ടൈപ്പ് ഓഫ് ടിഷ്യൂ പ്രസന്റ് ഇൻ ദ കോക്കനട്ട് ഹസ്ക് അല്ലെ, കോക്കനട്ട് ഹസ്കിൽ എന്താണ്, ഏത് ടിഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക? അഗെയിൻ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ടിഷ്യൂസ് ആണ്. അഗെയിൻ ഇറ്റ് ഈസ് സ്ക്ലീറങ്കൈമ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓരോന്നും പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. കിട്ടാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആ ഭാഗം നിങ്ങൾ നന്നായി പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ആനിമൽ ടിഷ്യൂസ് നന്നായി അറിയണ്ടാവും. പ്ലാന്റ് ടിഷ്യൂസിന്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ അവിടെ അത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഈ ക്ലാസ്സിന് ശേഷം ആ ഭാഗം നന്നായി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാവും അല്ലെ. സിമ്പിളിൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും ഒരു ടിഷ്യൂവിൽ തന്നെ. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് സൈലം എന്ന് പറയുന്നത്. എന്തിനുള്ളതാണ്? വാട്ടർ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലുള്ള പിന്നെ ടിഷ്യൂ സെൽസ് ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരങ്കൈമ, സൈലം ഫൈബേഴ്സ്. ഇങ്ങനെയുള്ള 4 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഈ സൈലം എന്ന് പറയുന്ന പെർമനന്റ് ടിഷ്യൂവിലുള്ളത്. അതാണ് വ്യത്യാസം. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ അതിൽ ഒറ്റ ടൈപ്പ് ഓഫ് സെൽസേ ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസിൽ 4, ഇപ്പോൾ സൈലത്തിൽ എടുക്കുകയാണെങ്കിൽ 4 ടൈപ്പ് ഓഫ് സെൽസ് അതിലുണ്ട്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അഗെയിൻ ഫ്ലോയം അനദർ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. പ്രൈമറി ഫുഡ് കണ്ടക്റ്റിംഗ് ടിഷ്യൂ അല്ലെ, ഫുഡ് കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ്. അതിലുള്ള ഏതൊക്കെയാണ്? സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബേഴ്സ്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സൈലം, പൊതുവെ സൈലം എന്ന് പറയുന്നത് കൂടുതലും ഡെഡ് സെൽസ് ആണ്, എക്സെപ്റ്റ് സൈലം പാരങ്കൈമ ലിവിങ് സെൽസ് ആണ്, ബാക്കിയുള്ളതൊക്കെ ഡെഡ് സെൽസ് ആണ്. ഇനി ഫ്ലോയം മോസ്റ്റ്ലി ലിവിങ് സെൽസ് ആണ്, ഈ പറഞ്ഞ ഫ്ലോയം ഫൈബേഴ്സ് ഒഴികെ. ഓക്കെ, ആ ഒരു ഡെഡ് സെൽസ്, ലിവിങ് സെൽസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഒന്നുകൂടി ഓർമ്മിക്കുക. അത് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലോയം ഇൻ പ്ലാന്റ്സ്? ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം കേട്ടോ. ഫുഡ് സ്റ്റോറേജ്. പെട്ടെന്ന് തന്നെ ഫ്ലോയം ഫുഡ് എന്ന് പറഞ്ഞിട്ട് വേഗം ഓപ്ഷൻ എ മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ സ്റ്റോറേജ് അല്ല അല്ലേ. ഫുഡ് കണ്ടക്ഷൻ അല്ലെ, കണ്ടക്ഷൻ എന്ന് വെച്ചാൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെഡ് ടിഷ്യൂ? അഗെയിൻ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡെഡ് ടിഷ്യൂസിനെ കുറിച്ച് ചോദിക്കാം. പാരങ്കൈമ ലിവിംഗ് ആണ്, കോളങ്കൈമ ലിവിംഗ് ആണ്, സ്ക്ലീറങ്കൈമ ആയിരുന്നു ഡെഡ് അല്ലേ, അത് ഇവിടെ ചോദിച്ചിട്ടില്ല. സീവ് ട്യൂബ് സെൽസ് നമ്മൾ പറഞ്ഞു ഫ്ലോയത്തിൽ പൊതുവെ ലിവിംഗ് സെൽസ് ആണ് അല്ലേ, എക്സെപ്റ്റ് ഫ്ലോയം ഫൈബേഴ്സ് അതൊഴികെ ബാക്കിയുള്ളതെല്ലാം ലിവിങ് സെൽസ് ആണ്. അതുകൊണ്ട് ഇതും ലിവിങ് സെല്ലാണ്. സൈലം ട്രക്കീറ്റ് നമ്മൾ പറഞ്ഞു, സൈലത്തിൽ സൈലം പാരങ്കൈമ മാത്രമാണ് ലിവിങ് സെൽസ്, ബാക്കിയുള്ളതെല്ലാം ഡെഡ് സെൽസ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയൊക്കെ ചോദ്യം വരും കേട്ടോ. നമ്മളത് കൃത്യമായി ചിലപ്പോൾ നമ്മളിങ്ങനെ ബൈഹാർട്ട് പഠിച്ചു പോകുമ്പോൾ ഇതിങ്ങനെ ഈ രൂപത്തിൽ മനസ്സിലാക്കൊള്ളുന്നില്ല. അത് ഓരോന്നും സ്പെസിഫിക്കലി എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നന്നായി ഈ കോമ്പറ്റേറ്റീവ് എക്സാംസോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാംസോ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ദ ടിഷ്യൂ ഷോൺ ഇൻ ദ ഫിഗർ ഈസ്, ഈ ഫിഗർ അല്ലേ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്ലാന്റ് ടിഷ്യൂസ് കാണുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവും ആ ചിത്രം. ആംഗുലാർ കോളങ്കൈമ ഇൻ വിച്ച് വാൾ തിക്കനിങ്സ് ആർ പ്രസന്റ് ദ ആംഗിൾസ്.
അല്ല അല്ലേ. സ്ക്ലീറൻകൈമ ഇൻ വിച്ച് യൂണിഫോം വാൾ തിക്കനിങ് ആർ പ്രസന്റ് അല്ല. സൈലം വെസൽ ദാറ്റ് ഫോംസ് ലോങ് ചാനൽസ് ഫോർ കണ്ടക്ടിങ് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ. സൈലം വെസൽസ് ആണ് ഈ വാട്ടർ ആൻഡ് മിനറൽ പിന്നെ ട്രാൻസ്പോർട്ടിന് വൺ വേ ആണ് ട്രാൻസ്പോർട്ടിനുള്ള ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന സൈലം വെസൽസ് ആണിത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗേഴ്സിനെയും നമ്മൾ കൂടുതൽ ഫെമിലിയർ ആവണം എന്ന് കാണിക്കാൻ കൂടി കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഇട്ടുള്ളത്. ഫിഗേഴ്സ് വെച്ചിട്ടും ചോദ്യങ്ങൾ വരാം പലപ്പോഴും. ബയോളജിയിൽ അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ വരാറുണ്ട്. പിന്നെ ആനിമൽ ടിഷ്യൂസ് നമുക്കറിയാം അല്ലേ. ആനിമൽ ടിഷ്യൂസ് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, അതേപോലെ തന്നെ നെർവസ് അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂസ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. കവറിംഗ് ദ ഔട്ടർ ലെയർ ഓഫ് സ്കിൻ അല്ലെങ്കിൽ ലൈനിങ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്, ഇതൊക്കെ നമുക്കറിയാം. കൈൻഡ് ഓഫ് എപ്പിത്തീലിയം സീൻ ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ടീസ്. റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള എപ്പിത്തീലിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിനെന്തുണ്ട്? സിലിയ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സിലിയ കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സിലിയേറ്റഡ് എപ്പിത്തീലിയം. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഭാഗങ്ങളാണ്. സ്പെഷ്യലൈസ്ഡ് എപ്പിത്തീലിയം എന്നുള്ള ഭാഗം നോക്കട്ടോ. ഇതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി കണക്റ്റീവ് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്, വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അത് കണക്ട്, സപ്പോർട്ട്, ബൈൻഡ് ഓർ സെപ്പറേറ്റ് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, അതിനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഫൈബ്രസ് ടിഷ്യൂസ് ഉണ്ടാവും. ടെൻഡൻസ്, ലിഗമെന്റ് അല്ലെ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ കണക്ഷൻ ആണ്. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോൺ കണക്ഷൻ ആണ്. കാർട്ടിലേജ് ആണെങ്കിൽ സ്ട്രോങ് ആണ്, പക്ഷെ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ് അല്ലെ. ബോൺസിനേക്കാളും ഇപ്പം നമ്മുടെ പിൻ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ മൂക്കിന്റെ ടിപ്പിലൊക്കെ ഉള്ളതാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ എന്ന് പറയുന്നത് ഹാർഡ്, റിജിഡ്, ഫോം ദ ബോഡി സ്കെലിറ്റൻ, പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഇനേബിൾ ബോഡി മൂവ്മെന്റ്സ്, ഇതൊക്കെ ബോണിന്റെ പ്രത്യേകതകളാണ്. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ. ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് ബ്ലഡിനുള്ളത്. മാട്രിക്സ് ഈസ് എ ലിക്വിഡ് കോൾഡ് പ്ലാസ്മ കണ്ടെയ്നിങ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് പൊതുവായിട്ട് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നൊരു കാര്യങ്ങൾ. വിച്ച് ഓഫ് ദ ടിഷ്യൂസ് ദാറ്റ് കണക്ട് ബോൺ ടു ബോൺ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ബോൺ ടു ബോൺ കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? ടെൻഡൻ ആണോ? അല്ല, ടെൻഡൻ മസിൽ ടു ബോൺ ആണ്. ലിഗമെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ലിഗമെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി മസിൽ ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും, സ്പെഷ്യലൈസ്ഡ് മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും. അതിന് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഈസ് പോസിബിൾ. 3 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽസ് അല്ലേ. ഈ സ്കെൽറ്റൽ മസിൽസിന് നമ്മൾ എന്ത് വിളിക്കും? സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കും അല്ലേ. സ്മൂത്ത് മസിൽസിനെ അൺസ്ട്രയേറ്റഡ്, നോൺ സ്ട്രയേറ്റഡ് എന്നും മസിൽസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ അല്ലേ, സെൽസ് ലോങ്, സിലിണ്ട്രിക്കൽ ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഒരു സെല്ലിൽ തന്നെ മോർ ദാൻ 1 ന്യൂക്ലിയസ് ഉണ്ടാവും. സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പ് വിത്ത് സിംഗിൾ ന്യൂക്ലിയസ് ആൻഡ് നോട്ട് സ്ട്രയേറ്റഡ്. കാർഡിയാക് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും, സ്ട്രയേറ്റഡ് ആൻഡ് സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും അല്ലേ. ഇനി നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. ആ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് ഇതിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത്. അതിലുള്ള സെൽസ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ഉണ്ടാവും, പ്രൈമറി ഫങ്ഷണൽ സെൽസ് ദാറ്റ് സ്പെഷ്യലൈസ് ടു ജനറേറ്റ് ആൻഡ് കണ്ടക്ട് ഇമ്പൾസസ്. എന്നാൽ ഗ്ലയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് നെർവസ് ടിഷ്യൂ, നെർവസ് സിസ്റ്റം, പ്രൊവൈഡ് ഫിസിക്കൽ സപ്പോർട്ട്, ഇൻസുലേഷൻ ആൻഡ് നറിഷ്മെന്റ് ടു ദ ന്യൂറോൺസ് അല്ലേ. ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് സെൽസ് ആണ് ഫോർ ദ ന്യൂറോൺസ്. റൈറ്റ്. സെൽസ് പ്രസന്റ് ഇൻ ദ നെർവ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട് ന്യൂറോൺസ് ആർ അല്ലെ. ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്? ആക്സൺസ് ആണോ? അല്ല, ആക്സൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാണ് ഒരു ന്യൂറോൺ എങ്കിൽ, ന്യൂറോണ് ഇപ്പം തൽക്കാലം ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ. ഇതാണ് ഒരു ന്യൂറോൺ എങ്കിൽ അതിൻ്റെ ഈ ലോങ് ഫിലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സോൺ എന്ന് പറയാം. ഈ ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ സെൽ ബോഡി എന്ന് പറയുക അല്ലേ. അപ്പോൾ ആക്സൺ എന്ന് പറയുന്നത് അതിൻ്റെ ലോങ് ഫിലമെൻറ്റിന് പറയുന്ന പേര് മാത്രമാണ്. ഇനി ഈ പറഞ്ഞ ചെറിയ ഫിലമെന്റുകൾക്കാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുക. അതിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുക. ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ആക്സണൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇനിവേ അത് പറഞ്ഞത് മാത്രം, അത് നമ്മൾ എന്നാലും ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനിവേ ഇവിടെ എന്താ പറഞ്ഞത്? നെർവസ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട് ന്യൂറോൺസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതാണ്? ആക്സൺസ് അല്ല, ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് അല്ലേ. ഗ്ലയൽ സെൽസ് ആണ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ? ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ബ്ലബ്ബർ അല്ലേ. ബ്ലബ്ബർ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അഡിപ്പോസ് ടിഷ്യൂ ആണ് അല്ലേ. അഡിപ്പോസ് ആണ്, അതല്ല.
അപ്പോൾ അത് കറക്റ്റ് അല്ല. കാർട്ടിലേജ് പിൻ ഓഫ് ദ ഇയർ അല്ലേ, പിൻ ഓഫ് ദ ഇയറിൽ കാർട്ടിലേജ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലേ. അരിയോള ടിഷ്യൂ പാക്കേജിങ് ടിഷ്യൂ, അതെ അരിയോള പാക്കേജിങ് അതൊക്കെയാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കിഡ്നി ട്യൂബ്യൂൾസ്, കാർഡിയാക് മസിൽസ് ഹാർട്ട് മസിൽസ് അല്ലേ. ബ്രാഞ്ച്ഡ് ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്, മൾട്ടി അല്ല യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ഒറ്റ ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. സ്ട്രയേറ്റഡ് അൺബ്രാഞ്ച്ഡ് ആൻഡ് യൂണി ന്യൂക്ലിയേറ്റഡ്, സ്ട്രയേറ്റഡ് എന്ന് വെച്ചാൽ സ്കെലിറ്റൽ മസിൽസ് അല്ലേ, അത് യൂണി അല്ല മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു. അപ്പം എന്തായാലും ഇത് രണ്ടും തെറ്റാണ്. അപ്പം 5, 6, 1 തെറ്റാണ്. ചോദിച്ചത് തെറ്റല്ല, കറക്റ്റ്ലി മാച്ച്ഡ് ആണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും 1, 2, 3 and 4. അപ്പോൾ 2, 3 and 4 ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. യെസ്. ഇനി ടിഷ്യൂ ദാറ്റ് പ്രിവെന്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് അല്ലേ. ബോൺസിൻ്റെ ഒരു രണ്ട് ബോൺസ് തമ്മിലുള്ള ആ ഒരു ജോയിൻ്റ് എടുത്താൽ അവിടെ ആ ബോൺസ് തമ്മിൽ ഒരതി ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ എന്തുണ്ടാവും, അതിന് ചുറ്റും ഒരു കാർട്ടിലേജിൻ്റെ ലെയർ ഉണ്ടാവും അല്ലേ, കാർട്ടിലേജിൻ്റെ ലെയർ ഉണ്ടാവും. അതുകൂടാതെ വേറെയും പിന്നെ ജോയിൻറ്റിൽ വേറെയും കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഫ്രിക്ഷൻ കുറക്കാൻ അവിടെ കാർട്ടിലേജ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ജോയിൻറ്റ് അല്ലേ, ടിപ്പിക്കൽ ജോയിൻറ്റിൻ്റെ ആ ചിത്രമൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗം എന്തായാലും പഠിക്കണം. ഓക്കെ, ടിപ്പിക്കൽ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറും അവിടെ കാർട്ടിലേജിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ പലപ്പോഴും നിരന്തരമായി വരാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് വളരെ വിശദമായിട്ടുള്ളൊരു ഏരിയയാണ്, അതിൽ നിന്നുള്ള റാൻഡം ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യാം. ഫൗണ്ടേഷനുള്ള സ്റ്റുഡൻസിന് ഓൾറെഡി അതിൻ്റെ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് റെഫർ ചെയ്യുക. അല്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ ആരെങ്കിലും ഇനിയും NSMC രജിസ്റ്റർ ചെയ്യാനൊക്കെ ബാക്കിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. nsmc.xandY.learning.com എന്നുള്ള സൈറ്റിൽ പോവുക. അവിടെ പോയി നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സെൻറ്റേഴ്സ് ഒക്കെ അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇപ്പോൾ ഈ ഒരു ടിഷ്യൂസ് എന്നുള്ള ഭാഗത്തിൻ്റെ റാൻഡം ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഓടിച്ചു പോകലാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. സ്കോളർഷിപ്പ് എക്സാംസിൽ നമ്മൾ ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ കാര്യങ്ങളൊന്നും അല്ല വരിക, പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.